നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ലോക സംഗീത ദിനമാണ്. എല്ലാവർക്കും എൻ്റെ കുടുംബത്തിൻ്റെയും സംഗീത ദിനാശംസ. ഇന്ന് ഞാൻ ഒരാളെ കൂടി പരിചയപ്പെടുത്തുന്നു, എൻ്റെ ഭാര്യ പുഷ്പാബു. എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറയുകയുണ്ടായി 5 ജാതിയുണ്ട്: തിസ്രം, ചതുരസ്രം, ഖണ്ഡം, മിശ്രം, സങ്കീർണം. ഈ 5 ജാതിയിലുള്ള വിവിധങ്ങളായ സിനിമ പാട്ടുകൾ ഇന്ന് നമുക്ക് വേണ്ടി ഇവർ പാടിത്തരും. അപ്പോൾ നിങ്ങൾക്ക് ഇത്തിരിയും കൂടി അത് മനസ്സിലാവും. അതിനു വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ തിസ്രജാതി, തിസ്ര എന്ന് പറഞ്ഞാൽ തക്കിട്ട തക്കിട്ട. അപ്പോൾ ഇതിൻ്റെ സ്പീഡിൽ നിങ്ങൾക്ക് തിസ്രജാതിയിലുള്ള പാട്ട് മനസ്സിലായല്ലോ. ഇനി ഈ തിസ്രം തന്നെ ഡബിൾ ആവും. ഡബിൾ ആവുമ്പോൾ 6/8 എന്ന് പറയും. തിസ്രം എന്ന് പറഞ്ഞാൽ 3 ആണല്ലോ. അപ്പോൾ 6/8 ഡബിൾ ആവും. അപ്പോൾ അങ്ങനെ 1 2 3 2 2 3 1 2 3 2 2 3. അപ്പോൾ അതിൽ എങ്ങനെ പോകുന്നതെന്ന് വെച്ചാൽ അതിലുള്ള പാട്ട് കേൾപ്പിച്ചു തരാം. മനസ്സിലായല്ലോ? ഇതാണ് 6/8. ഇനി ചതുരസ്രം. ചതുരസ്രം എന്ന് പറഞ്ഞാൽ 4. അപ്പോൾ ചതുരസ്രം 4 എന്ന് പറയുമ്പോൾ 1 2 3 4. അപ്പോൾ ചതുരസ്രജാതിയിലുള്ളത് പാട്ട് മനസ്സിലായി. ഇനി ഖണ്ഡം. ഖണ്ഡം എന്ന് പറയുമ്പോൾ തക്ക തക്കിട്ട. അത് ഇത്തിരി സ്പീഡിലാകുമ്പോൾ 10 ആവും. അപ്പോൾ 10 ആകുമ്പോൾ തക്ക തക്കിട്ട തക്ക തക്കിട്ടാന്ന് കിടക്കും. അപ്പോൾ അതിലുള്ളൊരു പാട്ട് കേൾപ്പിച്ചു തരാം. ഖണ്ഡജാതിയിലുള്ള പാട്ട് മനസ്സിലായി. ഇനി മിശ്രം. മിശ്രം എന്ന് പറയുമ്പോൾ തക്കിട്ട തക്ക ധിമി തക്കിട്ട തക്ക ധിമി നടക്കും. അപ്പൊ അതിലുള്ളൊരു പാട്ട് കേൾപ്പിച്ചു തരാം.
മിശ്രവും മനസ്സിലായി. തക്കിട്ട തക്ക തീമി. ഇനി ഏറ്റവും വിഷമമുള്ള ഒരു താളമാണ്. ഇത് 9/8 എന്ന് പറയും. അതായത് സംഗീതത്തിലെ 8 ആണ് ബേസായിട്ട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് 9/8. മാത്ത് വെച്ച് നോക്കുമ്പോൾ തെറ്റാണ്, പക്ഷെ 9 ആണ് ബേസ്. അപ്പോൾ 8 ആണ് നമ്മുടെ ബേസ്. അതുകൊണ്ടാണ് 9/8 എന്ന് പറയുന്നത്. അതെങ്ങനെ പോവാ? തക്ക തിമ്മി തക്ക തക്കിട്ട തക്ക തിമ്മി തക്ക തക്കിട്ട. അതിലൊരു പാട്ട് കേൾപ്പിച്ചു തരാം. ഇപ്പോൾ ഖണ്ഡത്തിൽ അല്ല സങ്കീർണജാതിയിലുള്ള പാട്ടും നിങ്ങൾ കേട്ടു. ഇപ്പോൾ ഏതാണ്ട് നിങ്ങൾക്ക് ഈ ജാതിയെക്കുറിച്ചും ഈ താളങ്ങളെക്കുറിച്ചും താളത്തിൻ്റെ പോക്കിനെക്കുറിച്ചും എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക. സംഗീത ലോകത്തിലുള്ള എല്ലാ സംഗീത പ്രേമികൾക്കും ഈ ഭൂലോകം മുഴുവൻ സംഗീതം കൊണ്ട് നിറയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്ന് നിർത്തുന്നു.